എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂക്കയെ നായകനാക്കി IV ശശി സംവിധാനം ചെയ്ത 1986 പുറത്തിറങ്ങിയ ആവനാഴി എന്ന ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി CI ബലറാം എന്ന കൾട്ട് കഥാപാത്രമായി എത്തിയ ചിത്രം നീണ്ട 38 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ രചന D ദാമോദരനാണ് രചിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞുപോയ ജനുവരി 3-ാം തീയതി ചിത്രം റിലീസ് ചെയ്യുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നലെയായിരുന്നു ചിത്രം പ്രദർശനം ആരംഭിച്ചത്. കേരളത്തിനൊപ്പം GCCയിലും ചിത്രം പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. ഖത്തർ, ഒമാൻ, ബഹ്റിൻ, UAE എന്നിവിടങ്ങളിലും ചിത്രം ഇന്നലെ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് വേഷങ്ങളിൽ ഒട്ടേറെ തവണ തിളങ്ങിയിട്ടുള്ള താരമാണ് മമ്മൂക്ക. ഏറെ കഥാപാത്രങ്ങൾ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആവനാഴിയിലെ CI ബലറാമിന് വൻ പ്രേക്ഷക പിന്തുണയാണുള്ളത്. ഒരുപാട് തവണ ടെലിവിഷനിലൂടെ ചിത്രം സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നലെ റിലീസ് ദിവസം കേരളത്തിൽ മികച്ചൊരു ബുക്കിംഗ് ഉണ്ടായില്ലെങ്കിൽ പോലും ചിത്രം കണ്ടവർക്ക് ചിത്രം മികച്ചൊരു അനുഭവമായിട്ടാണ് ചിത്രത്തിന്റെ റിവ്യൂസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മികച്ചൊരു റീമാസ്റ്റർ പതിപ്പ്. സിനിമ ഇന്നലെ ഇറങ്ങുന്നതിന് മുമ്പ് ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 1 ലക്ഷത്തിന് അടുത്താണ് നേടിയിരുന്നത്. കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂക്കയുടെ ആവനാഴി എന്ന സിനിമയുടെ റിലീസ് പതിപ്പ് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 5 ലക്ഷം രൂപയോളമാണ് നേടാൻ പോകുന്നത്. ഇനി വെറും 5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ 2025 മമ്മൂക്കയുടെ ഏറ്റവും പുതിയ തിയേറ്റർ റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രം തിയേറ്ററുകളിലെത്താൻ. പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകം, വല്ലേട്ടൻ എന്നീ സിനിമകൾക്ക് ശേഷമാണ് മമ്മൂക്കയുടെ മറ്റൊരു റിലീസ് സിനിമ തിയേറ്ററുകളിലെത്തുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മമ്മൂക്കയുടെ തുടരെയുള്ള ഈ ഒരു റിലീസ് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുന്നത് കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ അതൊരു നല്ല അനുഭവമാണോ ചീത്ത അനുഭവമാണോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.